ഞാനാണ് ഡൂക്കിൽ കാലിൻ്റെ കയറെന്ന നോവൽ എഴുതിയത്. ഇങ്ങനെയൊരു പുസ്തകം എഴുതാൻ ഒരുപാട് വർഷങ്ങളെടുത്ത് ഞാൻ. കാരണം ഇതിനൊരു പഠനം ആവശ്യമായിരുന്നു. കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഞാൻ യാത്ര ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ്. നോവലിൻ്റെ തുടക്കമെന്ന് പറയുന്നത് യൗവനം തുളുമ്പുന്ന യാത്ര, കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിലൂടെ. ഒന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് കാലൻ്റെ വാഹനമാണ് പോത്ത്. പോത്തിൻ്റെ അതേ മുഖമാണ് ഡൂക്കിന്. ഈ നോവലിൻ്റെ മധ്യഭാഗം വരുമ്പോൾ പട്ടണങ്ങളുടെയും വാഹനങ്ങളുടെയും നൂൽ നാഴികയ്ക്കിടയിൽ രക്ഷപ്പെട്ടാർത്തുല്ലസിച്ച് ശബ്ദകോലങ്ങളിൽ മതിമറന്നു പോകുന്ന ഈ നോവലിൻ്റെ ഒടുക്കം വരുമ്പോഴേ സാക്ഷാൽ കാലം തന്നെ ഡൂക്കിൻ്റെ പുറകിലിരിക്കുന്നു. ഏതെങ്കിലും ബസ്സിൻ്റെയോ വീടിൻ്റെയോ ടെറസിൻ്റെ മുണ്ടിൽ അതുപോലെ മരക്കൊമ്പുകളിൽ, അത് വ്യത്യസ്തമായ ഒരു ആശയത്തിലേക്ക് എത്തപ്പെട്ടത്. മരക്കൊമ്പലിൽ ഡൂക്ക്. അപ്പോൾ ഈ കിളികളൊക്കെ ഇങ്ങനെ കൂട് കൂട്ടിയിരിക്കേണ്ട സ്ഥാനത്ത് ഈ ഡൂക്ക് കയറി ഇരിക്കുകയും താഴെ ചിതറിക്കിടക്കുന്ന മാംസകഷ്ണങ്ങൾ, അതിലേക്കാണ് കഥ അവസാനിക്കുന്നത്, നോവൽ അവസാനിക്കുന്നത്. പിന്നെ അതിനകത്ത് എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ പിന്നെ ബന്ധുക്കൾ വരുന്നു, ഇറക്കിയെടുത്ത്, പിന്നെ കസാരയായി, ടാർപ്പയായി, കറുത്ത കൊടിയായി, പിന്നെന്താ, ഇങ്ങനെ പോകുന്നു, തുടരും. ഇത് അടുത്തൊരു തുടർച്ചയായിട്ട് ഇതിൻ്റെ ബാക്കി ഭാഗവും എഴുതുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലേക്ക് ഒരുപാട് വിമർശനങ്ങളുണ്ടായി, അതില്ലാതിരിക്കത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ വിമർശനങ്ങൾ അതിനെയൊക്കെ നമ്മൾ തരണം ചെയ്യുക എന്നുള്ളതല്ലാതെ മറ്റൊന്നുമില്ല. പിന്നെ ഇങ്ങനെ വിമർശനങ്ങളിലൂടെയാണല്ലോ നമ്മൾ ഏത് കാര്യങ്ങളിലും മുന്നോട്ട് പോകാനുള്ള പ്രചോദനം നമുക്ക് നൽകുന്നത്. അത് നമുക്ക് സോഷ്യൽ മീഡിയ വഴിയും ഇത് മാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഒരുപാട് ചോദ്യങ്ങൾ വന്നു, ശരിയായ കാര്യമാണ്. പണ്ട് വായനശാല ഉണ്ടായിരുന്നു, അതുകൊണ്ട് വായനശീലം ഉണ്ടായിരുന്നു. ഇപ്പോൾ വായനശാലയില്ല, അതുകൊണ്ട് വായനശീലവും ഇല്ല. അതിപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് പൊതുസമൂഹത്തിൽ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ്. അതൊക്കെ ഒരു കാലഘട്ടം. അല്ല, അറിവ് എഴുത്തുകളിലൂടെ അല്ലെങ്കിൽ വായനയിലൂടെ നമുക്ക് ജനഹൃദയങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു അത്ഭുതം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കോപ്പി പോലും വിറ്റ് തീർന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും അത് പ്രിൻ്റ് ചെയ്ത് അങ്ങനെ തന്നെ കിടക്കുകയാണ്. ഇപ്പോൾ ഒരു 3-4 വർഷത്തോളമായി. അപ്പം അത് ഒരു അത്ഭുതം തന്നെയാണ്. ഇപ്പം ഞാൻ ഫുട്പാത്തുകളിൽ 10 രൂപയ്ക്ക് 4 വെച്ച് വിൽക്കാനുള്ള ഒരു വലിയ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയും ഒരു അത്ഭുതം. ട്രെയിനിലും വഴിയോരങ്ങളിലും കൂടെ നമ്മൾ ഇതിൻ്റെ ഒരു മാർക്കറ്റ് വിപണിയിൽ എത്തിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് ഇത് സെയിൽ ചെയ്യാനുള്ള കുറേ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, അവർക്ക് വായനയോ ആകും അത് തൊഴിൽപരമായ ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ വാസ്തവം. അപ്പം അങ്ങനെയും കൂടി ഇതിനെ നമ്മൾ കാണുന്നുണ്ടെന്നുള്ളതാണ്. എന്തായാലും ഈ നോവല് വളരെ ജനശ്രദ്ധ നേടാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇപ്പം എന്തായാലും ഈ വർഷത്തെ പുരസ്കാരവും എനിക്ക് തന്നെയാണെന്ന് അറിയാൻ കഴിഞ്ഞതിലും സന്തോഷം. അപ്പം എല്ലാവിധ ആശംസകളും.